ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നല്ല പഴുത്ത പഴം കൊണ്ടൊരു പച്ചടിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത പാളയംതോടൻ പഴമില്ലേ, അതാണ് വേണ്ടത്. പാളയംതോടൻ പഴം നല്ല ഒരു 4 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ തിരുമ്മിയത് വേണം. ഇത്രയും തേങ്ങ വേണ്ട, ഇതിന് കുറച്ചെടുത്താൽ മതി. കറിവേപ്പില, പച്ചമുളക്, 2 വറ്റൽമുളക്, ചുവന്നുള്ളി, ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് തൈര്, നല്ല കട്ട തൈര് വേണം. ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ച പഴുത്ത ഇതുപോലെ നുറുക്കിയെടുക്കണം. അതിനുള്ളിലേക്ക് പച്ചമുളകും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ഈ പഴവും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുള്ളിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. വെള്ളം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പിട്ട വെള്ളമില്ലേ, അതിൽ കിടന്ന് ഈ പഴം ഒന്ന് വറ്റിയെടുക്കണം. വേവണം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ പഴപ്പച്ചടിക്ക് അരപ്പ് തയ്യാറാക്കാനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങ, ഇത് ഒരുപാട് ഉണങ്ങിയ തേങ്ങയല്ല, കുറച്ച് പച്ചപ്പുള്ള തേങ്ങ. അപ്പോൾ അങ്ങനെയുള്ള തേങ്ങ യൂസ് ചെയ്താൽ പച്ചടിക്കായാലും നമ്മുടെ തോരനൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കും. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കും. ജീരകം ഇട്ടു. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. നമുക്ക് കടുകും കൂടെ വേണം ഇതിനകത്ത് ചേർക്കാൻ. ആദ്യം ഉള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരയാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും കൂടെ ഒന്ന് നല്ലപോലെ അരച്ചു. അതൊന്ന് നല്ലപോലെ അരഞ്ഞ് കഴിയുമ്പോൾ ഒരു 1/4 സ്പൂണോളം കടുക് കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ പാനിലിട്ട ആ പഴം നല്ലതുപോലെ വെന്തുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് അരപ്പ് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ വെന്ത പഴം ഞാൻ ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തത് ഇതിനൊരു കളർ കിട്ടട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഞാനൊരു മഞ്ഞ കളർ ഇരിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. മിക്കവാറും എടുത്ത് പച്ചടി വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഇതിപ്പം മഞ്ഞ കളർ, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് മഞ്ഞ കളർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ പയർ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 സ്പൂണോളം കട്ട തൈര്. പുളിയുള്ളതാണെങ്കിൽ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. ചേർത്തു. അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരച്ച് വെച്ച അരപ്പില്ലേ, അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അരപ്പ് മുഴുവനും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാം നല്ലതുപോലെ ഇതിനകത്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഈ സമയത്ത് നോക്കി നല്ലതുപോലെ പാകത്തിനാക്കി എടുക്കണം. ഇപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിന് നമ്മൾ കടുക് കൂടി താളിച്ച് ഇതിൻ്റെ പുറത്തിട്ട് നമ്മുടെ പച്ചടി റെഡിയാവും. ഞാൻ കടുക് കൂടി താളിച്ചിട്ട് കടുക് താളിക്കാനായി ഞാൻ ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. താളിപ്പിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.